ഹായ് ഹായ് പറ ഹായ് പറ ഹായ്. നമ്മൾ എവിടെയാ ഗേൾസ് ഇന്ന് പോകുന്നത്? ഇസ്കോൺ ടെമ്പിൾ. അപ്പൊ നമുക്ക് ഇന്ന് ദിവാലി ആയതുകൊണ്ട് ദിവാലി ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഇസ്കോൺ ടെമ്പിളിൽ പോവാണ്. സോ ഐ എം ഗോയിങ് നോട്ട് ടേക്ക് യു പീപ്പിൾ അലോങ് വിത്ത് മീ. അങ്ങനെ ഒരു ഊബറൊക്കെ വിളിച്ച് ഞാനും പപ്പയും മമ്മയും ശ്രേയ ഞങ്ങൾ എല്ലാരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. बहुत सुंदर लग रही है. पहले से ही सुंदर है. यही what was I about to say? What am I saying? यही जानने के लिए पूछा मैंने. मैं हमेशा तो बोलती हूँ कि तू सुंदर है. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പുകഴ്ത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും മുൻപോട്ടേക്ക് നടക്കുകയാണ്. നമുക്കിനി അമ്പലത്തിന്റെ അകത്തേക്ക് കയറാം. നമ്മൾ എത്തി. നമുക്കിനി അമ്പലത്തിന്റെ അകത്തേക്ക് കയറാം. കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇസ്കോൺ ടെമ്പിൾ ഒന്ന് കാണണമെന്ന്. പക്ഷെ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോഴത്തേക്കിനും ഞങ്ങൾ വിചാരിക്കും നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ഇപ്രാവശ്യം എക്സ്പ്ലോർ ചെയ്യാന്ന്. അങ്ങനെ മാറ്റിവെച്ച് നീണ്ടു പോയൊരു സാധനമാണ് ഈ ഇസ്കോൺ ടെമ്പിൾ വിസിറ്റ്. പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട് ഇതാ കയ്യും കാലും ഒക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് നമ്മൾ ഇനി കയറാൻ പോവാണേ. സുന്ദരി ഫേബ. താങ്ക് യു. സുന്ദരി ഫേബയുടെ സുന്ദരി അമ്മ. അയ്യോ അത് വേണ്ടായിരുന്നു. ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം കമ്മിങ് ടു ദിസ് ടെമ്പിൾ. അപ്പം മൈ ഗൈഡ് ഇസ് ശ്രേയ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും എന്താ വീണ്ടും സ്റ്റെപ്പ് ഒക്കെ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹേയ് മൈ പ്രിറ്റി ലേഡി. വരുമ്പോഴത്തേക്കിനും ബാഗ് താഴെ കൊടുക്കണതാണ്. പക്ഷെ എന്നോട് ഹാൻഡ് ബാഗ് ആയതുകൊണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറിക്കോളാൻ പറഞ്ഞു. ആൻഡ് ക്യാമറാസ് അലൗഡ് അല്ല. ഫോണിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ആ ബാഗിലുണ്ട്. നമ്മളപ്പോ ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുക. എവിടെ ഷേ എവിടെ? സ്ലീവ്ലെസ് അലൗഡ് അല്ലാത്തത് കൊണ്ട് കൊച്ച് മൂടി പുറച്ചാണ് നടക്കുന്നത്. കൈ കിട്ടിയ ബ്ലൗസ് ഒക്കെ ഇട്ടുകൊണ്ട് വരാൻ പറ്റുള്ളൂ അല്ലേ ഷേ? അങ്ങനെ ഇത്ര നേരം പറഞ്ഞ് ടെമ്പിളിന്റെ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു തുടങ്ങി. കണ്ടപ്പോ ഭയങ്കര ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പൊതുവെ ടെമ്പിൾസിനോട് കുറച്ച് സ്നേഹം ഉള്ളതുകൊണ്ടാണോ എന്തോ എനിക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ വന്നപ്പോഴത്തേക്കിനും. നമ്മൾ അകത്തേക്ക് കേറി. ആൻഡ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഭയങ്കര പീസ്ഫുൾ ഫീൽ. ഒത്തിരി ആൾക്കാരുള്ള അത്ര പീസ്ഫുൾ അല്ല എങ്കിലും അത്യാവശ്യം പീസ്ഫുൾ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട് അല്ലേ ശ്രേയ? അതെ, അകത്ത് കുറച്ചും കൂടി പീസ്ഫുൾ ആണോ? बहुत अच्छा लग रहा है. चलो कभी कभार हम लोग अकेले आते हैं, किसी को नहीं बुलाते हैं, जाते हैं सच में. വീട്ടിൽ സ്ത്രീകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ വരുന്ന അപ്പന്റെ ഒക്കെ അവസ്ഥ ഇതായിരിക്കും. അമ്മ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഞങ്ങളെ 2 മണിക്കൂർ നേരത്തെ റീൽസ് ഷൂട്ടിന് ശേഷം ഞങ്ങൾ വീണ്ടും പോകും. എല്ലാവരും ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കായിരുന്നു. അത് തനിയെ പോകും ബിക്കോസ് ഓഫ് ദി സൺലൈറ്റ്. അപ്പം എല്ലാരും ഞങ്ങളുടെ മുഖത്തേക്ക് നിങ്ങൾ നാണം കെട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഗൈസ്. നാണൊന്നും കിട്ടില്ല, ഞങ്ങളുടെ ഇല്ലല്ലോ. പക്ഷെ അത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഡാൻസർ ആയി. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാറുന്നില്ല ആക്ച്വലി. പിന്നെ അല്ല, കുറെ പേര് ഞങ്ങളുടെ ഡാൻസറിന്റെ കൈയൊക്കെ അടിച്ചു. അതെ, അതാ നല്ലത്. ഞങ്ങളുടെ ക്യാമറാമാൻ സാഫി ഫിലിപ്പ്, എന്റെ സ്പെഷ്യൽ ഡാൻസർ ശ്രേയ, നന്ദിയുണ്ട്. അങ്ങയുടെ സ്പെഷ്യൽ വളരെ വളരെ നന്ദി. ഇസ്കോൺ ടെമ്പിളിന്റെ തന്നെ മെയിൻ അട്രാക്ഷൻ ആണ് അതിന്റെ അകത്തുള്ള കൃഷ്ണന്റെയും രാധേന്റെയും ബലരാമന്റെയും ഒക്കെ ഒരു വിഗ്രഹം. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. വാങ്ങിച്ച പ്രസാദം ഈ ഒരു ഏരിയ വന്നപ്പോൾ ഞങ്ങൾ എല്ലാരും കുറച്ച് നേരത്തേക്ക് സത്യം പറഞ്ഞ സ്തംഭിച്ച് നിന്നുപോയി. ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജനനം തൊട്ട് മരണം വരെയുള്ള ജേർണിയാണ് ഇവിടെ പല സ്റ്റേജുകളിലായിട്ട് കാണിച്ചിരിക്കുന്നത്. കുഞ്ഞു വാവയായിട്ട് ജനിക്കുന്നു, പിന്നെ അവൻ പിച്ച വെച്ച് നടക്കുന്നു, പിന്നെ അവൻ ഓടുന്നു, പിന്നെ കുറച്ചും കൂടി വലുതാവുന്നു, ഒരു ടീനേജർ ആവുന്നു, അഡൾട്ട് ആവുന്നു, പിന്നെ അവൻ പ്രായമുള്ളൊരു മനുഷ്യനാവുന്നു, പിന്നെ വീണ്ടും മരണത്തിലേക്ക് പോകുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് വളരെ പെട്ടെന്ന് തുടങ്ങി തീർന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാകുന്നു നമ്മൾ പെട്ടെന്ന് റിയലൈസ് ചെയ്തത്. ഇറ്റ് വാസ് ഫാബുലസ് വാച്ചിങ് ദിസ് ആക്ച്വലി. ഇതിനെ പറ്റി എന്തെങ്കിലും പറയൂ. ഇത് വലിയൊരു ഇതാണ്.
നമ്മള് അതായത് വലിയൊരു ഇതാണ്. നമ്മള് ജനിക്കുമ്പോ നമ്മൾ എന്തായാലും മരിക്കും. അതൊരു ജനിക്കുമ്പോ എന്തായാലും മരിക്കുന്നു. അതെ, നമ്മൾ ജനിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് കൊല്ലായാലും കുറച്ച് കൂടുതൽ കൊല്ലായാലും നമ്മൾ എന്തായാലും മരിക്കും. മരിക്കേണ്ടത് നമ്മൾ മരിക്കേണ്ടതാണ്. നമ്മുടെ ആത്മാവ് എവിടേക്കോ ഒക്കെ പോവും. എന്നിട്ട് ഇവിടെ ലൈറ്റ് ഉണ്ട്, ഇങ്ങോട്ട് പറ. മരിച്ചിട്ട് ജനിച്ച ഏതൊക്കെ മനുഷ്യൻ ജനിക്കുന്നു ആ മനുഷ്യനൊക്കെ മരിക്കും ചെയ്യും. മരണമില്ലാത്തത് നമ്മുടെ ആത്മാവിന് വേണ്ടി മാത്രമാണ്. ആത്മാവിന് മരണമില്ല, ബാക്കി എല്ലാത്തിനും മരണമുണ്ട്. നമ്മുടെ ബോഡിക്കാണ് മരണമുള്ളത്. ആത്മാവ് മരിക്കില്ല. ആത്മാവ് ഒരു ബോഡിയിൽ നിന്ന് പോയിട്ട് വേറെ ബോഡിയിൽ താമസിക്കും. അവള് വേറെ ബോഡിയിൽ കേറും, എന്നിട്ട് വേറെ ബോഡിയിൽ നമ്മള് പ്രേതായി മാറും. ഇല്ല, മണ്ടനാണോ നീ? ഇവളെന്നെ നാണം കെടുത്തും. അതാണ് സംഭവം. അപ്പൊ ജനിക്കുമ്പോ മുതൽ വേറെ തീർന്നു കഴിച്ച പറഞ്ഞ പൈ. അവിടെയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒരു മനുഷ്യന്റെ ജനനം തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങൾ, അതിനെപ്പറ്റിയാണ് കേട്ടോ ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ടെമ്പിളിന്റെ നിർമ്മാണത്തിനെ പറ്റി അതിന്റെ ഹിസ്റ്ററിനൊക്കെ പറ്റി അവിടെ നല്ലതായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഹായ് ഗൈസ്, എങ്ങനെയുണ്ട് വന്നതിന്റെ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? फुल कैसी लगी? बहुत मस्त था, एकदम अच्छे से तैयार होके मंदिर आए. डांस का पूरा वीडियो खींचा. ട്രാൻസ്ലേഷൻ ഞാൻ താഴെ കൊടുക്കാം. ഞങ്ങൾ നന്നായിട്ട് തയ്യാറായി വന്നിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അടിപൊളിയായിട്ട് ആൾക്കാരുടെ ക്ലാപ്പ് ഒക്കെ വാങ്ങിയിട്ട് അങ്ങനെ. പിന്നെ ഞങ്ങൾ പ്രസാദം മേടിച്ചു, ഈശ്വർ ഭഗവാനെ കണ്ടു, പ്രാർത്ഥിച്ചു. അതാണ് മെയിൻ. അതായിരുന്നു എനിക്ക് ആദ്യം പറയണ്ടായിരുന്നു. അവൾ എനിക്ക് കുറെ അനുഗ്രഹം വാരിക്കോരി തന്നിട്ടുണ്ട്. അതെ, അനുഗ്രഹം കുറെ വാരിക്കോരി എല്ലാവർക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ബോർഡിൽ എഴുതിക്കണം എന്തൊക്കെ വായിച്ചു. ഞാൻ കുറച്ച് അവൾക്കൊക്കെ പറഞ്ഞു കൊടുത്തു. എനിക്ക് പകുതി മനസ്സിലായുള്ളൂ, അത്രയും പകുതി അവൾക്ക് പകുതി മനസ്സിലായി. അതിൽ കാൽമാ അവിടെ എനിക്ക് പറഞ്ഞു. അതെ, അങ്ങനെ നമ്മള് നോളജ് എല്ലാവർക്കും കോളേജ് ആദ്യ കോളേജിൽ പോവും, വാപ്പസ് വീട്ടിൽ വരും, ഉറങ്ങും, ഇടയ്ക്ക് ചായ കുടിക്കും. फिर दिस कंटिन्यूज है ना? तो आज दिवाली है, वैसे भी हैप्पी दिवाली. हैप्पी दिवाली मेरी फुलझड़ी. अब what do you think कि मैं तुझे लेके आ गई, मैं किसी और को लेके नहीं आई. मतलब इतना डेली रूटीन से बाहर निकलने के बाद മലയാളത്തിൽ പറയാം, ഡെയിലി റൂട്ടീൻ I have Malayali viewers. I know it. I have Hindi viewers also, as well as I have Tamil viewers also. Yeah, please. തമിഴിക്കാറുണ്ടോ? സോറി. അപ്പൊ എന്നിട്ട് ഫുൾ ഡെയിലി റൂട്ടീനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ അമ്പലത്തിലൊക്കെ വന്നിട്ട് ഒരു സന്തോഷം. ഇങ്ങനെ തയ്യാറൊക്കെ ആയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വീഡിയോ ഒക്കെ. അവള് പറയുന്നത് ഗൈസ് നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചോണം. അവള് പകുതി മലയാളം, അതിന്റെ കൂടെ ഹിന്ദി കലർത്തും, അതിന്റെ കൂടെ അവള് കുറച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കലക്കി ഒരു അവിയല് പോലെ അവള് പറയുന്നത്. ഇപ്പൊ അവളുടെ അടുത്ത് സംസാരിച്ച എന്റെ ഭാഷ തൃശ്ശൂർ ഭാഷയെ, ഇവള് ഹിന്ദിയും കൂടെ തൃശ്ശൂർ ഭാഷയല്ല സംസാരിക്കണം എന്നറിയോ? യെസ് മമ്മി പിന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ആന്റിക്ക് ഒരു അരമണിക്കൂർ പിന്നെ പണക്കമായിരിക്കും. പപ്പ എപ്പടി ഇருக்கு? നല്ല എല്ലാവരും പോസിറ്റീവ് വൈബ്. കേട്ടില്ല. ഭയങ്കര പോസിറ്റീവ് വൈബ്. വെരി ഹാപ്പി ദിവാലി ഗൈസ്, ഹാപ്പി ദിവാലി. സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നതോറും ഞങ്ങൾക്ക് ഒരു ഡിവൈനിറ്റി, ഒരു കാംനെസ് ഒക്കെ ആയിരുന്നു തോന്നിയിരുന്നത്. നമുക്കിനി വീണ്ടും മുൻപോട്ട് നടക്കണം. എന്തിനാന്ന് വെച്ചാൽ നമുക്കിനി പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി പോണം കേട്ടോ. പ്രസാദം വാങ്ങിക്കാൻ പോണ ഗൈസ്. എന്താ പ്രസാദം വാങ്ങിക്കാൻ പോണ. ഇവിടെ ഫ്രീ പ്രസാദം എനിക്കറിയാം. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ അത്. കാര്യം ഞങ്ങൾ അവിടെ കയറി ചെന്നു, കുറച്ചു നേരം അവിടെ ഇരുന്നു, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. പിന്നീട് ഇതാ പ്രസാദം വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പ്രസാദം, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര ഒരു ഡിവൈനിറ്റി തോന്നി, മനസ്സിന് ഭയങ്കര ശാന്തത ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവറോൾ ഞാൻ പറയുവാണെങ്കിൽ ഐ എം സോ ഇൻ ലവ് വിത്ത് ദിസ് ഡേ. പ്രസാദം ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. ഹായ് ഗൈസ്, വി ആർ ഹാവിംഗ് സം പ്രസാദം, യു നോ. പ്രസാദം ഇവിടെ ഉണ്ട്, പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ക്യാമറ അധികം സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ വെക്കാൻ പറ്റൂ. അപ്പൊ നമ്മള് പ്രസാദം കഴിക്കുന്നതാണ് കാണിച്ചു തരാം. തൃശ്ശൂർ ആക്സന്റ് വരാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്കില്ല അത്രയും. നിന്നോട് ആരാ പറഞ്ഞു എന്നിട്ട് ഇത്ര തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കാൻ? എന്റെ ഹിന്ദി പറയും ഇപ്പൊ തൃശ്ശൂർ സ്ലാങ്ങിലാ. എന്തെങ്കിലും കാണും തീർന്നു.
മീൻവെൽ ഞങ്ങൾ കുട്ടികൾ താഴെ ഇരുന്ന് പ്രസാദം കഴിച്ചപ്പോൾ പപ്പായ്ക്കും മമ്മിക്കും ഒക്കെ അവിടെ ഇരിക്കാനായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റും കാര്യങ്ങളുണ്ട്. അവർ അവിടെ ഇരുന്ന് പ്രസാദം കഴിക്കുന്നുണ്ട്. ഇരുട്ടായ കാരണം ഒന്നും കാണുന്നില്ല കേട്ടോ. നല്ല വിശപ്പുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒന്നും നോക്കില്ല, നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കയറി കേട്ടോ. മഴ ഇറങ്ങിയപ്പോ അവസാനം ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. അതെ, ദോശയല്ല, ഇഡലി. ഇവിടെ പൊറോട്ടയും ചായയും കോഫിയും, ഇവിടെ ഇഡലി. ഞങ്ങളൊക്കെ ഇഡലി കണ്ടില്ലേ? മലയാളിയാ, സ്പൂൺ വെച്ച് ഇഡലി കഴിക്കണോ? अगर मैं जानवर होती तो मैं बकवास करती नहीं ना, तो क्या मारने को, तो क्या मारने का पॉइंट? जानवर भी रहते ऐसे मुझे कम करते. അങ്ങനെ മഴയൊക്കെ പെയ്തത് കൊണ്ടും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളുടെ രണ്ടുപേരുടെ ഫേവറേറ്റ് ഐറ്റമാണ് ചായ. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് കഥ പറയാനുണ്ടാവും. ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം മൊത്തം ഞങ്ങൾക്ക് എൻറ്റയർലി സ്പെഷ്യൽ ആയിരുന്നു. കുറേ നേരം അവിടെ ചെന്ന് ഡാൻസ് ഒക്കെ കളിച്ച് റീൽസ് ഒക്കെ എടുത്തു, കുറേ ഫോട്ടോസ് എടുത്തു. മൊത്തത്തിലൊരു അടിപൊളി പീസ്ഫുൾ ഡേ ആയിരുന്നു കേട്ടോ. ശരിയാ, മെട്രോ കയറി പോവാണ്. ഇല്ല കുടുങ്ങിയിട്ടില്ല. ഫാമിലിയും ഫ്രണ്ട്സും നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് ആർക്കും തന്നെ ഒട്ടും മാറ്റി വെക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ മുൻപോട്ടേക്ക് ജീവിക്കാൻ പ്രേരണ തരുന്ന 2 മേജർ എലമെന്റ്സ് ആയിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ കാണുന്നതും. പപ്പയും മമ്മിയും ഞാനും ശ്രേയും നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫുൾ ഗൈഡ് ശ്രേയ ആയിരുന്നു. എനിക്ക് എക്സ്പ്ലെയിൻ പറ്റാത്തത്ര വിധം ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം മുഴുവനും. പിന്നെ ഇന്ന് ദിവാലി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരം പോയിട്ട് കുറച്ച് പടക്കമൊക്കെ മേടിച്ചായിരുന്നു. കുറച്ച് ദിവസം മുന്നേ മേടിച്ചു വെച്ചാൽ ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ അതങ്ങ് തകർത്ത് വാരി തിമിർത്തു എന്ന് തന്നെ പറയാം. ബിക്കോസ് അത്ര എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങള്. ഐ ലിറ്ററലി ഹാവ് നോ വേർഡ്സ് ടു സേ അബൌട്ട്. പൊട്ടിച്ചോണ്ടിരിക്കുന്ന പടക്കം പോരാച്ച് വീണ്ടും പോയി വാങ്ങി. ഹോംലെസ് ബട്ട് സ്റ്റിൽ. ഗൈസ്, തിരിച്ചു വന്ന് കത്തിച്ച സമയത്ത് ഈ നിൽക്കുന്ന മഹാഭാബി ഒരു ചക്രം കത്തിച്ചായിരുന്നു. അതിന്റെ വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല. അത് കത്തിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ അവിടെ ചെന്നൊന്ന് തോണ്ടി. അത് പിന്നെ പറന്ന് നടന്ന് കത്തുമായിരുന്നു. അപ്പുറത്ത് നിൽക്കുന്ന വീട്ടുകാരുടെ വരെ എടുത്തു പോയിട്ട് കത്തി പൊട്ടിത്തെറിച്ചു. മൊത്തം ഫണ്ണായിരുന്നു കേട്ടോ. ഞങ്ങൾ പൊട്ടിക്കുന്ന പറഞ്ഞിട്ടാണ് വീണ്ടും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും ഒക്കെ ആൾക്കാർ വന്ന് ഒരുപാട് പടക്കം പൊട്ടിച്ചു തുടങ്ങി. കണ്ടോ, ഞങ്ങളുടെ പടക്കത്തിന്റെ അവസ്ഥ ഇതായിരുന്നു, പൊട്ടിത്തെറിക്കായിരുന്നു. എല്ലാരും പടക്കം പൊട്ടിക്കുമ്പോൾ ഞങ്ങളത് മാത്രം പൊട്ടിത്തെറിയായിരുന്നില്ല, ബോംബ് സ്ഫോടനം പോലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു പോയിക്കൊണ്ടിരുന്നത്. മൊത്തത്തിൽ നല്ല ഫൺ ഡേ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ ബോംബ് കത്തിക്കാൻ വേണ്ടി ജോൺസണൊക്കെ ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ എൻജോയ് ചെയ്തു, ഒരു രക്ഷയില്ലായിരുന്നു. ആൻഡ് എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടിയിട്ടുള്ള എന്റെ ആദ്യത്തെ ദിവാലി ആയിരിക്കണം ചിലപ്പോൾ ഇത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.